വചനത്തിന്റെ വാളുമേന്തി പറന്നിറങ്ങണമേ. സാത്താനെയും തിന്മകളെയും ദൂരെ അകറ്റണമേ. വചനത്തിന്റെ വാളുമേന്തി പറന്നിറങ്ങണമേ. സാത്താനെയും തിന്മകളെയും ദൂരെ അകറ്റണമേ. ദൈവമക്കളോടൊന്നു ചേർന്നു പാടാൻ വരണമേ. ദൈവത്തിൻ തിരുനാമം വാഴ്ത്തി ആരാധിച്ചിടാൻ ദൈവമക്കളോടൊന്നു ചേർന്നു പാടാൻ വരണമേ. ദൈവത്തിൻ തിരുനാമം വാഴ്ത്തി ആരാധിച്ചിടാൻ. മാലാഖേ മാലാഖേ എന്റെ കാവൽ മാലാഖേ, സംരക്ഷയ്ക്കായി ശുശ്രൂഷയ്ക്കായി വേഗം വരണമേ. ക്രോവേന്മാരെ, സാപ്പേന്മാരെ, പ്രാഥമികന്മാരെ, ഭദ്രാസനരെ, അധികാരികളെ, സാത്വികന്മാരെ. ക്രോവേന്മാരെ, സ്വാപ്പേന്മാരെ, പ്രാഥമികന്മാരെ, ഭദ്രാസനരെ, അധികാരികളെ, സാത്വികന്മാരെ. ബലവാന്മാരെ, മുഖ്യദൂതരെ, ദൈവദൂതഗണമേ, സംരക്ഷകരായി ശുശ്രൂഷകരായി വേഗം വരണമേ. ബലവാന്മാരെ, മുഖ്യദൂതരെ, ദൈവദൂതഗണമേ, സംരക്ഷകരായി ശുശ്രൂഷകരായി വേഗം വരണമേ. മാലാഖേ മാലാഖേ എന്റെ കാവൽ മാലാഖേ, സംരക്ഷയ്ക്കായി ശുശ്രൂഷയ്ക്കായി വേഗം വരണമേ. മാലാഖേ മാലാഖേ എന്റെ കാവൽ മാലാഖേ, സംരക്ഷയ്ക്കായി ശുശ്രൂഷയ്ക്കായി വേഗം വരണമേ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിന്റെ പുരോഹിതൻ ദൈവജനത്തെ വെഞ്ചരിച്ച് പ്രാർത്ഥിക്കുകയും കരങ്ങൾ ഉയർത്തി വലിയ വിശ്വാസത്തോടെ നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് എല്ലാവരും സ്തുതിച്ചേ. പോരെ 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 സ്വരമുയർത്തി പ്രാർത്ഥിച്ച് അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, ശക്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? കരമടിച്ച് പാടി പ്രാർത്ഥിക്കാം. നിന്തിരുരക്തത്താ കഴുകണമേ ഈശോ, നിന്തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. തിരുരക്തത്താ കഴുകണമേ ഈശോ, തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. പാവനാത്മാവാ നിറയ്ക്കണമേ ഈശോ, പാപഭാരങ്ങൾ അകറ്റണമേ ഈശോ. പാവനാത്മാവാ നിറയ്ക്കണമേ ഈശോ, പാപഭാരങ്ങൾ അകറ്റണമേ ഈശോ. തിരുരക്തത്താ കഴുകണമേ ഈശോ, തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. നൽവരദാനങ്ങൾ നൽകണമേ ഈശോ, നല്ല വഴിക്കന്നെ നയിക്കണമേ ഈശോ. നൽവരദാനങ്ങൾ നൽകണമേ ഈശോ, നല്ല വഴിക്കെന്നെ നയിക്കണമേ ഈശോ. മുട്ടുമേലായിരിക്കാം. ഈശോ നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വരിക അപ്പത്തിന്റെ രൂപത്തിൽ. മുട്ടുമേലായിരുത്തുകൊണ്ട് ഭയഭക്തിയോടെ നമ്മൾ പ്രാർത്ഥിക്കും. കർത്താവേ മാനവരക്ഷകനേ, ഹരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ.
കർത്താവേ. മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ 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 കർത്താവേ നീ പരിശുദ്ധൻ മിശിഹാ കർത്താവേ. ശ്രാപ്പന്മാരോടൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. മുഖ്യദൂതന്മാരോടൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ സ്വരമുയർത്തി പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ 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 കർത്താവേ നീ പരിശുദ്ധൻ 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 കർത്താവേ നീ പരിശുദ്ധൻ. പരിശുദ്ധ കുർബാനയിലേക്ക് നമുക്ക് നോക്കാം. മറഞ്ഞിരിക്കുന്ന ദൈവത്തെ നമുക്ക് കണ്ടെത്താം. പ്രവാചകന്മാരുടെ ദൈവം ഇതാ നമ്മുടെ മധ്യത്തില്. ഏലിയായെയും എലീഷായെയും ശക്തിപ്പെടുത്തിയ അതേ ദൈവം തന്നെ ജെറമിയായെയും യേശയ്യായെയും ഹബക്കൂക്ക് പ്രവാചകനെയൊക്കെ ശക്തിപ്പെടുത്തിയ അതേ ദൈവം തന്നെ ദാനിയേൽ പ്രവാചകനെ സിംഹക്കുഴിയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന അതേ ദൈവം തന്നെ ആയിരിക്കുന്ന ഏതവസ്ഥയാണെങ്കിലും അവസ്ഥയിൽ നിന്ന് തമ്പുരാൻ നമ്മെ പുറത്തു കൊണ്ടുവരുന്ന ദൈവം. ഒന്ന് കണ്ണുയർത്തിയൊന്ന് നോക്കാം. എന്തുമാത്രം സൗഖ്യമാ, എന്തുമാത്രം ആശ്വാസമാ ഈശോ ഈ ദേവാലയത്തിലൂടെ ചൊരിഞ്ഞു തരുന്നേ. നന്ദി പറഞ്ഞ് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. സഹോദരിയുടെ സാക്ഷ്യം കേട്ടുകൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഞാൻ വില്ലൂന്നി ഇടവകാംഗമാണ്. കഴിഞ്ഞ ഏപ്രിൽ മാസം മുതൽ തുടർച്ചയായി കുടമാളൂർ പള്ളിയിലെ വചന ശുശ്രൂഷയിലും ദിവ്യകാരുണ്യ ആരാധനയിലും പങ്കെടുക്കുന്നു. കഴിയുന്നിടത്തോളം വെള്ളിയാഴ്ചകളിൽ ഞങ്ങൾ കുടുംബസമേതമാണ് പങ്കെടുക്കാറുള്ളത്. സന്ധിവാതത്തിന്റെ അസുഖം മൂലം എന്റെ കാലിൽ നീരും വേദനയും കൊണ്ട് എനിക്ക് മുട്ടുകുത്തുന്നതിനോ കസേരയില്ലാതെ ഇരിക്കുന്നതിനോ കഴിയില്ലായിരുന്നു. ഇവിടെ നിന്ന് തുടർച്ചയായി വചന ശുശ്രൂഷയിലും ആരാധനയിലും പങ്കെടുത്തതിന്റെ ഫലമായി എനിക്കിപ്പോൾ മണിക്കൂറുകളോളം മുട്ടുകുത്തി നിൽക്കുവാനും താഴെയിരിക്കുവാനും ഒരു പ്രയാസവുമില്ല. കാലിലെ നീരും വേദനയും മാറിക്കിട്ടി. അവിടുത്തെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ മേൽ അവിടുന്ന് കരുണ കാണിക്കുമെന്ന വചനഭാഗം എന്റെ ഹൃദയത്തിൽ സ്പർശിക്കുകയും ഞാൻ കണ്ണുനീരൊഴുക്കി ഈശോയോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. രക്തം പരിശോധിച്ച് റിപ്പോർട്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു സന്ധിവാതത്തിന്റെ അസുഖം 95% മാറിയെന്ന്. പ്രിയപ്പെട്ട 5% അവിടെ തമ്പുരാൻ വെച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയുമോ? ഈ സാക്ഷ്യപ്പെടുത്തി കഴിയുമ്പോൾ പൂർണ്ണ സൗഖ്യം കൊടുക്കുവാൻ വേണ്ടിയിട്ട്. കൂടാതെ ഞങ്ങൾ കുടുംബസമേതം കുന്നനാനം സിഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ പോയി 5 ദിവസത്തെ ധ്യാനത്തിൽ പങ്കെടുത്തു. നമ്മുടെ ധ്യാനത്തില് ഈ കുടുംബം പങ്കെടുത്തു. അതുവഴി ഞങ്ങൾക്ക് ആത്മീയവും ഭൗതികമായ ഒത്തിരിയേറെ അനുഗ്രഹം തന്ന് ഈശോ ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ചു. പിന്നെ എന്റെ ഹസ്ബൻഡിന്റെ ജോലി കാര്യത്തിൽ വലിയ തടസ്സം ഉണ്ടായിരുന്നു.
പാസ്റ്ററിനോട് ചോദിച്ച് പ്രാർത്ഥിച്ച പറഞ്ഞുകൊടുത്ത നിയോഗം ദിവസത്തിൽ സമർപ്പിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ ആ ജോലി മേഖലയുടെ തടസ്സം പരിപൂർണമായിട്ട് മാറിക്കിട്ടിയെന്ന് ആ കുടുംബം സാക്ഷ്യപ്പെടുത്തുകയാണ്. സ്വർഗം പറഞ്ഞത് ആ ജോലി മേഖല തടസ്സം വന്നപ്പോൾ തമ്പുരാൻ പറഞ്ഞ കാര്യം ആ കുടുംബത്തോട് പറഞ്ഞു. അവരത് ചെയ്തപ്പോൾ ദൈവമഹത്വം അവിടെ വെളിപ്പെട്ടു. കരങ്ങൾ ഉയർത്തി തമ്പുരാന്റെ ശക്തി അവിടുന്ന് വചനമയച്ച് അവരെ സുഖപ്പെടുത്തി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. സങ്കീർത്തനം 107:20 വചനത്തിന്റെ ശക്തി ശരീരത്തില് വെളിപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? സർവശക്തിയോടെ വിളിക്കാമോ? നമുക്ക് പാടി ആരാധിക്കാം അബ്രാഹത്തിന്റെ ദൈവത്തെ, ഇസ്ഹാക്കിന്റെ ദൈവത്തെ, യാക്കോബിന്റെ ദൈവത്തെ നമുക്ക് പാടി ആരാധിക്കാം. അനുഗ്രഹം പെരുമഴ പോലെ പെയ്തിറക്കി തരുന്ന തമ്പുരാന്റെ അനന്തമായ കാരുണ്യത്തിന് മുമ്പിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. അബ്രാഹത്തിന്റെ ദൈവം പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി പ്രകാരമാണ് ദൈവം ഇന്ന് നമ്മെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഒന്ന് കണ്ണുകൾ ഉയർത്തി ആ ദൈവത്തെ ഒന്ന് ദർശിച്ച മക്കളെ, അപ്പത്തിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ കാരുണ്യം നമുക്ക് പാടി പ്രാർത്ഥിക്കാം. അബ്രാഹത്തിന്റെ ദൈവത്തെ ആരാധിക്കാം, ഇസ്ഹാക്കിന്റെ ദൈവത്തെ ആരാധിക്കാം, യാക്കോബിന്റെ ദൈവത്തെ പാടി ആരാധിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും ദൈവത്തെ ആരാധിക്കാം. എല്ലാവരും ചേർന്ന് വിശ്വാസത്തോടെ പാടി ആരാധിക്കുന്നു. ആരാധന 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 അബ്രഹാമി നാഥനാരാധന യാക്കോബിൻ ദൈവമേ ആരാധന ഇസ്ഹാക്കിൻ ഇടയനേ ആരാധന ഇസ്രായേലിൻ രാജനേ ആരാധന 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 ആരാധന. ആത്മാവിലായിരം മുറിവുണങ്ങിയിടും ആത്മീയ നിമിഷമിയാരാധന ആത്മശരീര വിശുദ്ധി നൽകും അനുഗ്രഹ നിമിഷമിയാരാധന ആരാധന 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 ആരാധന. തുമ്പങ്ങളെല്ലാം മാറ്റുന്ന ദൈവം അണയുന്ന നിമിഷമിയാരാധന അലറുന്ന സാത്താനെ ആട്ടിയകറ്റുന്ന അഭിഷേക നിമിഷമിയാരാധന ആരാധന. കരങ്ങൾ വീശി പാടാം. ആരാധന എല്ലാവരും ചേർന്ന് ആരാധന. കരങ്ങൾ മാക്സിമം ഉയർത്തി ആരാധന വലിയ ശക്തിയോടെ ആരാധന ആരാധന ആരാധന
ചൊരിയുന്ന മണിക്കൂറുകളോർത്ത് നമുക്ക് നന്ദി പറയാം. വീണ്ടും നമുക്ക് 1-2 സാക്ഷിയുടെ കേട്ട് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഈശോയ്ക്ക് 1000 കോടി നന്ദി പറയുകയും, റജി എന്ന സഹോദരൻ 7 വർഷമായി ഞാനും എൻ്റെ കുടുംബവും ഈ ആരാധനാ സമൂഹത്തോട് ചേർന്ന് നിൽക്കുന്നു. ഞങ്ങൾക്ക് നിരവധിയായ അനുഗ്രഹങ്ങൾ തമ്പുരാൻ തന്നിട്ടുണ്ട്. സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞ ഡിസംബർ 28-ാം തീയതി മുതൽ 1-ാം തീയതി വരെ കുന്നന്താനം സിഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ ഞാനും എൻ്റെ കുടുംബവും സംബന്ധിക്കുകയും ആരാധനയിലും കുർബാനയിലും പ്രാർത്ഥിക്കുകയും ചെയ്തതിന്റെ ഫലമായി പൈൽസ് മൂലം ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിരുന്ന ഒരു വലിയ മുഴ ഒരു മരുന്ന് പോലും കഴിക്കാതെ ഈശോ സുഖപ്പെടുത്തി. കർത്താവിന് നന്ദി പറയുകയെ കരമുയർത്തി നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോ എന്ന് വിളിക്കാമോ? ചങ്ങനാശ്ശേരി ഒരു സഹോദരൻ സാക്ഷി കഴിഞ്ഞ 5.5 വർഷമായി ഇവിടെ വെള്ളിയാഴ്ച നടക്കുന്ന വചന പ്രഘോഷണത്തിലും ആരാധനയിലും സജീവമായി പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. കുന്നന്താനം സിഹിയോൻ ധ്യാന കേന്ദ്രത്തില് നടന്ന വിശ്വാസ അനുഭവ ധ്യാനത്തില് ഡിസംബർ 28 മുതൽ ജനുവരി 1-ാം തീയതി വരെയുള്ള ധ്യാനത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി വലിയേറെ അഭിഷേകം ഞങ്ങൾക്ക് കിട്ടി. അതുപോലെ ഞങ്ങളുടെ മോൾക്ക് 10 വയസ്സുള്ള മോളെ അലട്ടിക്കൊണ്ടിരുന്ന മൈഗ്രെയിൻ തലവേദന ധ്യാനത്തിന്റെ 2-ാം ദിവസം ആരാധന സമയത്ത് 9 പേരുടെ മൈഗ്രെയിൻ തലവേദന ഈശോ സുഖപ്പെടുത്തുന്നു എന്ന് ബ്രദർ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ മകളുടെ തലവേദന കർത്താവ് എടുത്തു മാറ്റി പരിപൂർണമായ സൗഖ്യം കൊടുത്തു. വിശുദ്ധ കുർബാനയിലും കുടുംബ പ്രാർത്ഥനയിലും സജീവമായി പങ്കെടുക്കുവാൻ ഈശോ അഭിഷേകം കൊടുത്തു. കരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? സർവശക്തിയോടെ വിളിക്കാമോ? ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ആത്മാവിന്റെ നിറവിൽ കുരിശിന്റെ മറവിൽ, ആത്മാവിന്റെ നിറവിൽ കുരിശിന്റെ മറവിൽ ആത്മനാഥനെ ആരാധിച്ചിടാം. ആത്മനാഥനെ ആരാധിച്ചിടാം. ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. വർഷങ്ങളായി സിബി എന്ന സഹോദരൻ കിടങ്ങൂരിൽ സാക്ഷ്യപ്പെടുത്തുകയും, വർഷങ്ങളായി എന്റെ സ്ഥലത്തേക്ക് വഴിയില്ലായിരുന്നു. എന്റെ പിതാവിന്റെ സഹോദരനും മക്കളും വഴി തരികയില്ലായിരുന്നു. ഞാൻ സ്ഥിരമായി കുടമാളൂർ പള്ളിയിൽ ആരാധന കൂടുന്ന വ്യക്തിയാണ്. അതേസമയം ഞാൻ കുടമാളൂർ പള്ളിയിൽ നടക്കുന്ന ആരാധനയിൽ വഴി കിട്ടുകയാണെങ്കിൽ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി സഹോദരങ്ങൾ വഴി തന്നില്ലെങ്കിലും ആ വസ്തുവിന്റെ അടുത്തുള്ള വേറെ ഒരാള് 3 സെന്റ് വഴിക്കായി തന്നു. ഇപ്പോൾ 8 അടി വീതിയിൽ എന്റെ സ്ഥലം വരെ വഴി തന്ന് ദൈവം എന്നെ അനുഗ്രഹിച്ചു. പ്രിയപ്പെട്ട ഈ ദേവാലയത്തിനുള്ളിലേക്ക് ആ സഹോദരൻ കടന്നു വന്നപ്പോൾ ആ സഹോദരന്റെ മനസ്സിലുണ്ടായിരുന്ന വൈരാഗ്യവും വെറുപ്പും എല്ലാം നീക്കപ്പെടുകയാണ്. എങ്ങോട്ടാ നോക്കിയേ? വഴിയായ സത്യമായ മിശിഹ പരിശുദ്ധ കുർബാനയിലെ എഴുന്നള്ളിയിരിക്കുന്ന യേശുവിലേക്ക് മാത്രം നോട്ടമായപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ സഹോദരനായിട്ട് ദൈവം ഒരുക്കിയ വഴി ഈ സഹോദരന്റെ കുടുംബത്തിൽ നിന്നല്ല, തൊട്ടടുത്തുള്ള അയൽവാസിയിലൂടെയാണ് ദൈവമായ കർത്താവ് തന്റെ കാരുണ്യം വെളിപ്പെടുത്തിയത്. പ്രിയ ദൈവജനമേ, കർത്താവാണ് വഴി, കർത്താവാണ് സത്യം, കർത്താവാണ് ജീവൻ. കരമുയർത്തി ജീവനില്ലാത്ത ആ അവസ്ഥയിലേക്ക് കടന്നു ചെന്ന് ജീവൻ നൽകി അവിടെ വഴിയുണ്ടാവുകയാ. കരങ്ങളുയർത്തി ചെങ്കടലിന്റെ മധ്യത്തില് ഇസ്രായേലിന് വഴിയൊരുക്കിയ ഒരു ദൈവമാണ് ഇപ്പോൾ ഈ പരിശുദ്ധ കുർബാനയില് വ്യാപരിക്കുന്നത്. കരമുയർത്തി വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വഴിയില്ലാത്ത മക്കള് കരമുയർത്തി ഒന്ന് വിളിക്കാമോ? വഴി തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വഴിയും സത്യവും ജീവനുമായ മിശിഹ നമ്മുടെ ജീവിതത്തിലേക്ക് വഴിയായി
സത്യമായി ജീവനായി കടന്നു വരുമ്പോൾ അത് വഴിയായി തീരുകയാ. ഭൗതിക ജീവിതത്തില് വഴി ഉണ്ടാവുകയാ. നന്ദി പറഞ്ഞ മക്കളെ, ജീവിക്കുന്ന ദൈവ, ജീവനുള്ള ദൈവ. നമ്മൾ എപ്പോഴും എങ്ങോട്ട് നോക്കിയിരിക്കും? അവിടെ കൂടെ ആയിരിക്കും വഴി കിട്ടുന്നോർത്ത് അങ്ങോട്ട് നോക്കിയിരുന്നു. അവിടെ കൂടെ അല്ല വഴി, യേശുക്രിസ്തുവിലൂടെയാണ് വഴി. നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ജീവനുള്ള ദൈവത്തെ, ഇന്നും ജീവിക്കുന്ന ദൈവത്തെ, യുഗാന്ത്യം വരെ ലോകാവസാനത്തോളം ഇസ്രായേൽ ജനത്തിന് വഴിയായി മാറിയ തമ്പുരാന്റെ കാരുണ്യത്തെ ഒന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? നമുക്ക് കരമടിച്ച് പാടി പ്രാർത്ഥിക്കാം. ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ക്ഷമ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, കൃപ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ക്ഷമ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, നന്മ ലഭിച്ചോരെല്ലാം. ഉയർത്തിയടുത്ത് പാടാം. ആരാധന ആരാധന പ്രിയക ദൈവത്തിനാരാധന, ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന, ആരാധന ആരാധന പ്രിയക ദൈവത്തിനാരാധന, ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. ഹല്ലേലൂയ. ബോബൻ എന്ന സഹോദരൻ പാമ്പാടിയിൽ സാക്ഷ്യപ്പെടുന്നു. ഞാൻ എൻ്റെ മകന്റെ കാലിന് കുഴ തെന്നി നടക്കാൻ പാടില്ലാത്ത അവസ്ഥയിൽ ആയിരുന്നു. ഞാനും എൻ്റെ ഭാര്യയും വെള്ളിയാഴ്ചകളിൽ വന്ന് ആരാധനയിൽ പങ്കെടുക്കുകയും സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേരുകയും ചെയ്തതിന്റെ ഫലമായി അവന് പരിപൂർണമായ സൗഖ്യം ലഭിച്ചു. അതുപോലെ ഞങ്ങളുടെ വിൽക്കാതെ കിടന്ന 7 സെന്റ് സ്ഥലം വിറ്റു തന്നതിനും കർത്താവിന് നന്ദി പറയുക. കരങ്ങൾ ഉയർത്തി നമുക്കൊന്ന് നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? വലിയ കാരുണ്യത്തിനായിട്ട് വിളിക്കാമോ? ഞാനവന്റെ മുൻപിൽ താണിരുന്നപ്പോ എന്നെ മൊത്തമായും സമർപ്പിച്ചപ്പോ, ഞാനവന്റെ മുൻപിൽ താണിരുന്നപ്പോൾ എന്നെ മൊത്തമായും സമർപ്പിച്ചപ്പോൾ, കരുതുന്നവൻ എന്നെ കാക്കുന്നവൻ എന്റെ യേശുവല്ലാതാരുമല്ലല്ലോ, കരുതുന്നവൻ എന്നെ കാക്കുന്നവൻ എന്റെ യേശുവല്ലാതാരുമല്ലല്ലോ. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെ എന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെ എന്തു യോഗ്യത. ജിജി എന്ന സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു. ദീപികാരൻ ഈശോയ്ക്ക് 1000 നന്ദി. എന്റെ ചേച്ചിയുടെ മകൾ ആനി മാത്യുവിന് വേണ്ടിയാണ് 1 വർഷമായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. 2015 ജനുവരി 2 അവൾ ഖത്തറില് ഗവൺമെന്റ് സർവീസിൽ നേഴ്സായി ജോലി കിട്ടി. അവളുടെ യാത്രയ്ക്ക് മെഡിക്കലിൽ നിന്ന് യാതൊരു കുഴപ്പവും വരാതെ അവൾ ആ സ്ഥലത്ത് നിന്ന് ജോലി ചെയ്യുകയാണെങ്കിൽ ഇവിടെ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേർന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് കർത്താവ് വഴിയൊരുക്കി കൊടുത്തു എന്ന് സാക്ഷ്യപ്പെടുത്തുകയും നമുക്ക് നന്ദി പറഞ്ഞ് 1 നിമിഷം ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന മക്കളെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് സ്വരം ഉയർത്തി തമ്പുരാനെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും മറിയമ്മ കോര എന്ന സഹോദരി സാക്ഷ്യപ്പെടുത്തുക. എന്റെ കൊച്ചുമകൾക്ക് വേണ്ടിയാണ് ഈ സാക്ഷി ഇടുന്നത്. അവരുടെ കാലില് ഒരു മുഴയുണ്ടായിരുന്നു. ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞിരുന്നു. മാർട്ടിൻ ബ്രദറിനെ വിളിച്ച് അനുസരിച്ച് ഇവിടെ ആരാധനയ്ക്ക് എഴുതി കൊടുക്കുകയും ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേർന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി സ്കാൻ ചെയ്തപ്പോൾ യാതൊരു കുഴപ്പമില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു. പിന്നീട് ആ മുഴ ചെറുതാകുകയും ചെയ്തു. ഇവിടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചപ്പോൾ ഈശോ പറഞ്ഞത് ഒരു ആരാധന നടത്താൻ വേണ്ടിയിട്ട് സമ്പത്ത് കൊടുത്ത് ഒരു ആരാധന നടത്തി. ഇവിടെ സാക്ഷ്യപ്പെടുത്തിക്കോളാം, നിയോഗം വെച്ചോളാം പറഞ്ഞു. 2 നിയോഗങ്ങളുടെ മേൽ കർത്താവിന്റെ കാരുണ്യം വെളിപ്പെട്ടു. ആ ടെസ്റ്റ് നോക്കിയപ്പോൾ യാതൊരു രോഗാവസ്ഥയില്ല. ആ മുഴ അതിനുശേഷം ചെറുതായിക്കൊണ്ടിരിക്കുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്.
കർത്താവിന്റെ അനന്തമായ കാരുണ്യം. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? രോഗങ്ങൾ നിന്നെ ക്ഷീണിപ്പിക്കയില്ല, ശാപങ്ങൾ നിന്നെ തളർത്തുകയില്ല. രോഗങ്ങൾ നിന്നെ ക്ഷീണിപ്പിക്കയില്ല, ശാപങ്ങൾ നിന്നെ തളർത്തുകയില്ല. ആഭിചാരം യാക്കോബിനു ഫലിക്കയില്ല, ലക്ഷണങ്ങൾ ഇസ്രായേലിനേൽക്കയില്ല. ആഭിചാരം യാക്കോബിനു ഫലിക്കയില്ല, ലക്ഷണങ്ങൾ ഇസ്രായേലിനേൽക്കയില്ല. ഇന്നു കണ്ട മിശ്രമേനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമേ നീ വരികയില്ല. ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല, ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല. ആർപ്പുരയിൽ നിന്ന് ഒരു സഹോദരി സാക്ഷ്യപ്പെടുത്തി, ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ആരാധനയെ സംബന്ധിച്ചതിന്റെ ഫലമായി ഭവനം പണി പൂർത്തീകരിക്കാതെ കിടന്നത് പൂർത്തീകരിച്ചു. അതുപോലെ മകന് ദുബായിൽ ഒരു നല്ല കമ്പനിയിൽ ഈശോ ജോലി കൊടുത്ത് അനുഗ്രഹിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. അതുപോലെ ഏലമ്മ എന്ന സഹോദരി സാക്ഷ്യപ്പെടുത്തി, 4 വർഷങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയിൽ വെച്ച് സംഭവിച്ച അത്ഭുതകരമായ ഒരു സംഭവത്തിന് ക്ഷമാപൂർവ്വം സാക്ഷ്യം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആദ്യം തന്നെ ഈ സാക്ഷ്യത്തിന് താമസത്തിന് മാപ്പ് ചോദിച്ച് അപേക്ഷിക്കുന്നു. ഗർഭിണിയായി നാട്ടിലേക്ക് പോരാൻ തുടങ്ങുന്ന സമയം എന്റെ മോളുടെ പാസ്പോർട്ടും വിസയും കാശും ആരോ കവർച്ച ചെയ്തു. ഉടൻ തന്നെ അവൾ നാട്ടിലേക്ക് കരഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞു, പൂക്കൾ വെച്ച് വിശുദ്ധ കുർബാന ആരാധന നടത്തിക്കൊള്ളാമെന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് ഞാൻ ഉറപ്പിച്ച് നേർന്ന് പ്രാർത്ഥനയുടെ ഫലമായി 7 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വഴിയിൽ കിടന്ന അവളുടെ ബാഗും പാസ്പോർട്ടും തിരിച്ചു കിട്ടി. അവൾ സന്തോഷത്തോടെ നാട്ടിൽ വന്ന് ഒരു പെൺകുട്ടിക്ക് ജന്മം നൽകി. എന്റെ മകന്റെ മോൾക്ക് ആർത്തവ സംബന്ധമായ കുഴപ്പങ്ങളും സ്തനത്തിൽ ഒരു ചെറിയ മുഴയും പ്രത്യക്ഷപ്പെട്ടു. അതും പരിപൂർണമായി മാറ്റപ്പെട്ടു, സൗഖ്യം നൽകി. ഈശോ അനുഗ്രഹിച്ചുവെന്ന് ആ സഹോദരി സാക്ഷ്യപ്പെടുത്തി. കരങ്ങൾ ഉയർത്തി തമ്പുരാന്റെ അനന്തമായ കാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സ്വരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ചെങ്കടൽ പിളർന്നു വഴി തരും, യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. ചെങ്കടൽ പിളർന്നു വഴി തരും, യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. യെരിഹോ നിൻ മുൻപിൽ ഇടിഞ്ഞു വീഴും, യേശുവിൻ നാമത്തിൽ നീ ആർത്തിടുമ്പോൾ. യെരിഹോ നിൻ മുൻപിൽ ഇടിഞ്ഞു വീഴും, യേശുവിൻ നാമത്തിൽ നീ ആർത്തിടുമ്പോൾ. ഇന്നു കണ്ട മിശ്രമേനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമേ നീ വരികയില്ല. ഇന്നു കണ്ട മിശ്രമേനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമേ നീ വരികയില്ല. ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല, ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല. കൃപ ചൊരിഞ്ഞവർ നന്ദി പറഞ്ഞു. ദൈവജനത്തെ ദൈവം അനുഗ്രഹിക്കുന്ന സമയമാണ്. അവിടുത്തെ ആരാധിക്കുമ്പോൾ സകല തടസ്സങ്ങളും നീങ്ങുകയാണ്. വഴി തുറക്കുന്ന ദൈവം, ഇസ്രായേലിന് തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശം നേടിത്തന്ന ദൈവത്തിന്റെ കാരുണ്യം, നഷ്ടപ്പെട്ട പർദീസ തിരികെ നേടിത്തന്ന ദൈവത്തിന്റെ അനന്തമായ കാരുണ്യം. നല്ലകളനോട് യേശു പറയുന്നുണ്ട്, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലാണ്. നഷ്ടപ്പെട്ട പർദീസയാണ് സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മനുഷ്യനാൽ നഷ്ടപ്പെട്ട പർദീസ ദൈവപുത്രൻ
മനുഷ്യൻ രൂപത്തില് ഭൂമിയിൽ ജനിച്ചുകൊണ്ട് ആ ചെയ്തുപോയ പാപത്തിന് പരിഹാര ബലി അർപ്പിച്ചുകൊണ്ട് പ്രിയ ദൈവജനമേ, ആ കാനാൻ ദേശം, ആ പർദീസ ദൈവമായ കർത്താവ് തന്റെ ഏകജാതനിലൂടെ ഇന്നിതാ നേടിത്തന്നിരിക്കുക. നിങ്ങൾ ഇതിന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കരമുയർത്തി ഒന്ന് വിളിക്കാം, ഈശോയേ എന്ന് വിളിക്കാം, ഈശോയേ എന്ന് വിളിക്കാം, ഈശോയേ എന്ന് വിളിക്കാം, ഈശോയേ എന്ന് വിളിക്കാം. അഭിഷേകത്തോടെ വിളിക്കാം, സർവശക്തിയോടെ വിളിക്കാം, ഈശോയേ എന്ന് വിളിക്കാം. നിങ്ങൾ ഇതിന്റെ ഓർമ്മയ്ക്കായി ചെയ്താല് നഷ്ടപ്പെട്ട പർദീസ, നഷ്ടപ്പെട്ട സമാധാനം, നഷ്ടപ്പെട്ട അഭിവൃദ്ധി ഞാനിത് നിങ്ങൾക്ക് തരുന്നു. ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ, പാനം ചെയ്യുവിൻ. ഇത് പുതിയ ഉടമ്പടിയുടെ രക്തമാണ്, പുതിയ ഉടമ്പടിയുടെ ശരീരമാണ്. നിങ്ങളിത് വാങ്ങി ഭക്ഷിക്കുവിൻ. സ്വരമുയർത്തി വിളിക്കാം, ഈശോയെ എന്ന് വിളിക്കാം. തന്റെ ശരീരത്തിലൂടെ വിധാനമൊരുക്കിയ തമ്പുരാന്റെ അനന്തമായ കാരുണ്യം, യേശു തന്റെ ശരീരത്തിലൂടെയാണ് ദൈവജനത്തിന് വഴിയൊരുക്കിയത്. വഴിയും സത്യവും ജീവനുമായ യേശുവിന്റെ കാരുണ്യത്തെ ഒന്ന് വിളിക്കാമോ, ഈശോയെ എന്ന് വിളിക്കാമോ? രോഗങ്ങൾ നിന്നെ ക്ഷീണിപ്പിക്കയില്ല, ശാപങ്ങൾ നിന്നെ തളർത്തുകയില്ല. രോഗങ്ങൾ നിന്നെ ക്ഷീണിപ്പിക്കയില്ല, ശാപങ്ങൾ നിന്നെ തളർത്തുകയില്ല. ആഭിചാരം യാക്കോബിനു ഫലിക്കയില്ല, ലക്ഷണങ്ങൾ ഇസ്രായേലിനേൽക്കയില്ല. എല്ലാവരും ആഭിചാരം യാക്കോബിനു ഫലിക്കയില്ല, ലക്ഷണങ്ങൾ ഇസ്രായേലിനേൽക്കയില്ല. ഇന്നു കണ്ട മിസ്രൈമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമേ നീ വരികയില്ല. ബാധനിന്റെ കൂടാരത്തിൽ അടുക്കയില്ല, ബാധനിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല. നിറട്ടെ, അഭിഷേകം നിറട്ടെ. സകല ബന്ധനങ്ങളും യേശുവിന്റെ അത്ഭുത ശക്തിയാല് ശരീരത്തിൽ നിന്ന് അകന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. മാരക രോഗങ്ങള്, തകർച്ചകള്, ദുരിതങ്ങള്, ദുരന്തങ്ങള്, കഷ്ടപ്പാടുകള്, വേദനകള്, ദുഃഖിപ്പിക്കുന്ന ചില അവസ്ഥകള് ജീവിതങ്ങളിൽ നിന്ന് യേശുവിന്റെ അത്ഭുത ശക്തിയാല് നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് സ്തുതിക്കാമോ? എല്ലാ ബന്ധനങ്ങളും ഒഴിയട്ടെ, എല്ലാ തടസ്സങ്ങളും നീങ്ങട്ടെ. സജീവനായ ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ അഭിഷേക ശക്തിയാൽ ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബത്തിന്റെ മേലും കൃഷിയിടങ്ങളുടെ മേലും അധ്വാനങ്ങളുടെ മേലും വ്യാപരിക്കുന്ന സകല ദുഷ്ടപിശാചുക്കളെയും രോഗത്തിന്റെ അരുവികളെയും യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ ബലിയുടെ ശക്തിയാൽ ഞങ്ങൾ ഒന്നു ചേർന്ന് ബന്ധിച്ച് നിത്യനരകത്തിലേക്ക് അവയെ ബഹിഷ്കരിക്കുന്നു. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ദേശത്തെയും കൃഷിയിടത്തെയും അധ്വാന മേഖലയെയും ഭവനത്തെയും വിട്ടകന്ന് നിത്യനരകത്തിലേക്ക് അവൻ നിബന്ധിക്കപ്പെടട്ടെ. കരമുയർത്തി ഈശോയെ എന്ന് വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു. മന്ത്രവാദം, കൂടോത്രം, ക്ഷുദ്രവിദ്യ ഇവയിൽ വിശ്വസിച്ച പോലെ ഒന്നാം പ്രമാണത്തിന്റെ ലംഘനത്തിലൂടെ കുടുംബങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്ന സകല ദുഷ്ടപിശാചുക്കളെയും അവയുടെ പ്രവർത്തനങ്ങളെയും പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിന്റെ ശക്തിയാൽ ബന്ധിച്ച് നിത്യനരകത്തിലേക്ക് ബഹിഷ്കരിക്കുന്നു. യേശുനാമത്തിൽ വിട്ടുവന്നു പോകുക. കരമുയർത്തി ഈശോയെ എന്ന് വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു. മലകളെ രചിച്ചു നുറുക്കും അവൻ, കുന്നുകളെ തവിടു പൊടിയാക്കിടും. മലകളെ രചിച്ചു നുറുക്കും അവൻ, കുന്നുകളെ തവിടു പൊടിയാക്കിടും. സൈന്യത്തിൻ നായകൻ നിന്റെ കൂടിരിക്കുമ്പോൾ മനുഷ്യ ശക്തികൾ നിന്നെ തൊടുകയില്ല. സൈന്യത്തിൻ നായകൻ നിന്റെ കൂടിരിക്കുമ്പോൾ മനുഷ്യ ശക്തികൾ നിന്നെ തൊടുകയില്ല.
ഇന്നു കണ്ട മിശ്രമേനെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടമേനി വരികയില്ല. ഇന്നു കണ്ട മിശ്രമേനെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടമേനി വരികയില്ല. ബാധനിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. ബാധനിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകളിടറുകില്ല. 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 കാലുകളിടറുകില്ല. നിന്റെ കാലുകളിടറുകില്ല. നിന്റെ കാലുകളിടറുകില്ല. നിന്റെ കാലുകളിടറുകില്ല. നിന്റെ കാലുകളിടറുകില്ല. നിന്റെ കാലുകളിടറുകില്ല. നിന്റെ കാലുകളിടറുകില്ല. ദാരിദ്ര്യം കാലുകളിടറുകില്ല. നിന്റെ കാലുകളിടറുകില്ല. നിന്റെ കാലുകളിടറുകില്ല. 42 വെളിപ്പെടട്ടെ. നിനക്ക് മുമ്പേ ഞാൻ പോകും. നിനക്ക് മുമ്പേ ഞാൻ പോകും. മലകൾ നിരപ്പാക്കും. പിച്ചളവാതിൽ ഒടിക്കും. ഇരുമ്പാടാമ്പലുകളെ തകർക്കും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധിയും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. ഞാനല്ലാതെ മറ്റൊരു കർത്താവില്ല. കരമുയർത്തി ഈശോയേന്ന് വിളിക്കാം. ഈശോയേന്ന് വിളിക്കാം. ഈശോയേന്ന് വിളിക്കാം. അഭിഷേകം നിറയട്ടെ. ശക്തി വെളിപ്പെടട്ടെ. ബന്ധനം അഴിയട്ടെ. കടക്കണി വിട്ടുവന്ന് പോകട്ടെ. യേശുനാമത്തിൽ നീങ്ങിപ്പോകട്ടെ. കടബാധ നീങ്ങിപ്പോകട്ടെ. ആ കടബാധ നീങ്ങിപ്പോകട്ടെ. കുടുംബങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ. ഈശോയെന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? അഭിഷേകം നിറയുകയാ. സകല ബന്ധനങ്ങൾ അഴിയുക. നന്ദി പറഞ്ഞ് ഓരോരുത്തരും കണ്ണുനടച്ച് കരമെന്ന് ഹൃദയത്തോട് ചേർത്ത് തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്ത് തരണം കിട്ടണമെങ്കിൽ നിങ്ങൾ എൻ്റെ പ്രമാണം അനുസരിക്കണം. ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾ അനുസരിക്കണം. പിതാവായ ദൈവം തന്റെ പുത്രനിലൂടെ അരുളി ചെയ്ത വചനങ്ങൾ നിങ്ങളെ പരിശുദ്ധാത്മാവ് അനുസ്മരിപ്പിക്കും. ഓർമ്മപ്പെടുത്തും മക്കളെ. ഒരു വചനം പോലും ലംഘിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ അനുവദിക്കത്തില്ല. പ്രമാണങ്ങളും കൽപ്പനകളും ശ്രദ്ധാപൂർവം പാലിക്കണമെന്ന് ദൈവമായ കർത്താവ് തിരുവചനങ്ങളിലൂടെ നമ്മോട് അരുളി ചെയ്യുന്നു. കരഹൃദയത്തോട് ചേർത്ത് വെച്ച് തമ്പുരാന്റെ മുമ്പിൽ ഒന്ന് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കും. കർത്താവ് ഏതെങ്കിലും അറിയാതെയോ അറിഞ്ഞോ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ ഈ നിമിഷങ്ങളിൽ അവിടുന്ന് കരുണ കാണിക്കണേ. ഒരു പ്രമാണം ലംഘിക്കപ്പെടുമ്പോൾ ആ വഴിയിലൂടെ പിശാച് കടന്നു വന്ന് ആ കുടുംബത്തിന്റെ മേൽ ആധിപത്യം ഉറപ്പിക്കുക. ഒരു വ്യക്തി ഒരു കൽപ്പന ലംഘിക്കുമ്പോൾ ആ വഴിയിലൂടെ സാത്താൻ കടന്നു വന്ന് ആ കുടുംബത്തെ ബന്ധിക്കുകയാണ്. ഈശോ കാൽവരി മലയുടെ നെറുകയില് 3 ആണികളാൽ തറയ്ക്കപ്പെട്ട് അവിടുന്ന് ബന്ധനസ്ഥനാവുകയാണ്. നമ്മുടെ പാപങ്ങളെ മുഴുവൻ ഏറ്റെടുത്തപ്പോൾ പ്രിയ ദൈവജനമേ അവൻ ബന്ധനത്തിലാവുകയാണ്. 3 ആണികളാൽ അവൻ ബന്ധിക്കപ്പെടുകയാണ്. മക്കള് പ്രാർത്ഥിച്ചേ, തമ്പുരാൻ എന്തുമാത്രം കാരുണ്യ കാണിച്ച് തന്റെ ഏകജാതനെ തന്നെ നൽകുവാൻ തക്ക വിധം ദൈവൻ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ലോകത്തെ ശിക്ഷയ്ക്ക് വിതയ്ക്കുവാനല്ല, പ്രത്യുത അവനിലൂടെ രക്ഷ നേടിത്തരുവാൻ വേണ്ടിയാ. ഓരോ മകനെയും മകളെയും ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടിയിട്ട്, ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് തമ്പുരാൻ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത്.
അടിമത്തത്തിന്റെ ഭവനമായ ഈജിപ്തില് ഇസ്രായേൽ ജനം വേദനിക്കുന്ന കണ്ടപ്പോൾ തമ്പുരാൻ അടങ്ങിയിരുന്നില്ല മക്കളെ. അവിടുന്ന് സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഇസ്രായേലിനെ അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ദൈവമായ കർത്താവ് മേഘസ്തംഭത്തിലും അഗ്നിസ്തംഭത്തിലും രാവും പകലും കാത്തു പരിപാലിച്ചുകൊണ്ട് അവരെ അഭിഷേകം ചെയ്തു. സമാഗമ കൂടാരത്തില് ഇറങ്ങി വന്നുകൊണ്ട് ഇസ്രായേൽ ജനത്തെ അഭിഷേകം ചെയ്ത് തീറ്റിപ്പോറ്റി ഇസ്രായേൽ ജനത്തെ കൊണ്ടിയെത്തിച്ചത് തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്ത്. മക്കള് പ്രാർത്ഥിച്ചേ, തകർന്ന ജീവിതമല്ല കർത്താവ് നമുക്ക് നൽകിയത്, ഉയർപ്പിച്ച ജീവിതമാണ്. ഉയർത്തെഴുന്നേറ്റ ഒരു ജീവിത തമ്പുരാൻ പ്രദാനം ചെയ്യുന്നത്. തകർന്ന ഒരു സാമ്പത്തിക അവസ്ഥയല്ല തമ്പുരാൻ തരുന്നത് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു അഭിഷേകമാണ്. ചോദിച്ചേ, ഏതെങ്കിലുമൊക്കെ മേഖലകളില് തകർച്ചയുണ്ടെങ്കിൽ, തളർച്ചയുണ്ടെങ്കിൽ മക്കൾ കരം ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഈശോയോടൊന്ന് പ്രാർത്ഥിച്ചേ, ഈശോയെ ഉത്ഥാനത്തിന്റെ ആ ശക്തി എനിക്കൊന്ന് വെളിപ്പെടുത്തി തരാവോ? പാപിനിയായ സ്ത്രീക്ക് വെളിപ്പെടുത്തി കൊടുത്തില്ലേ ഈശോ ആദ്യം? ഒരു പാപിക്ക് ഈശോ ആദ്യം വെളിപ്പെടുത്തി കൊടുക്കുന്ന എപ്രകാരം അവൾ അത് വെളിപ്പെട്ട് കിട്ടുവാനായിട്ട് അവൾ എന്ത് സമർപ്പിച്ചത്? തന്റെ ശരീരത്തെയാ. പാപത്തിൽ നിന്ന് അവളുടെ ശരീരത്തെ ഒഴിപ്പിച്ചുകൊണ്ട് വിശുദ്ധമായ ശരീരത്തോട് ചേർന്ന് നിൽക്കുവാൻ അവൾ ആഗ്രഹിച്ചു. അശുദ്ധമായ ശരീരത്തെ വിശുദ്ധ ശരീരമാക്കി മാറ്റുവാൻ ആഗ്രഹിച്ച അവൾക്ക് ലഭിച്ചത് കർത്താവിന്റെ ഉയർപ്പിന്റെ അഭിഷേകമോ? മക്കൾ പ്രാർത്ഥിച്ചേ, ഇന്ന് ഏതെല്ലാം മേഖലയിലോ മക്കളുടെ ജീവിതാവസ്ഥകളിലായിരിക്കും തളർച്ച അനുഭവം. ഒരു ഉയർപ്പില്ല, ഒരു മരണത്തിന്റെ അവസ്ഥയാ. ഒരു ഉയർപ്പിന്റെ അവസ്ഥയെ കടന്നു വരാൻ ഈശോ ആഗ്രഹിക്കുന്നേ. അവൻ മരണത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെയുള്ളവരെല്ലാം വിശുദ്ധീകരിച്ച്, ഭൂമിയെയും വിശുദ്ധീകരിച്ച്, ഭൂമിയിലുള്ളവരെയും വിശുദ്ധീകരിച്ച് സ്വർഗ സൗഭാഗ്യത്തിന് യോഗ്യരാക്കി തീർത്ത സ്നേഹത്തിന്റെ ഉടമ്പടിയാ പുതിയ ഉടമ്പടി. മക്കൾ പ്രാർത്ഥിച്ചേ, ഈശോയെ എന്നോട് കരുണ തോന്നണേ ഈശോയെ. ഒത്തിരിയേറെ തകർച്ചകളിലൂടെ മാനസിക അസ്വാസ്ഥത്തിലൂടെ കടന്നുപോകുക ഈശോയെ. കുടുംബത്തിലുള്ള ചിലർക്ക് മാനസിക രോഗങ്ങളുണ്ട്. പ്രാർത്ഥിക്കും മക്കള്. ഹൈപ്പർ ടെൻഷനുള്ള മക്കളുണ്ട്, ഭയമുള്ള മക്കളുണ്ട്, ആകുലതയിൽ കഴിയുന്ന മക്കളുണ്ട്, നിരാശയെ കഴിയുന്ന മക്കളുണ്ട്. ഉത്ഥാനത്തിന്റെ അഭിഷേകം തിരിച്ചറിയാത്ത മക്കള് കുടുംബത്തിൽ തന്നെയുണ്ട്. വിശ്വാസം നഷ്ടപ്പെട്ട മക്കളുണ്ട്. തമ്പുരാനോട് പ്രാർത്ഥിച്ചേ, ഈശോയെ കരുണ കാണിക്കണേ. ഒത്തിരിയേറെ അടിമത്തത്തിൽ വസിക്കുന്ന മക്കളുണ്ട്. മദ്യത്തിനും മയക്കുമരുന്നിനും ജഡികമായ ആസക്തികളിൽ മുഴുകി ജീവിക്കുന്നവരുണ്ട്. മൊബൈൽ ഫോണിലും ഇന്റർനെറ്റിലും കുടുങ്ങിക്കിടക്കുന്ന ബന്ധനത്തിൽ കഴിയുന്ന ഒത്തിരിയേറെ മക്കളുണ്ട്. തമ്പുരാനെ ഇടപെടണേ എന്ന് പ്രാർത്ഥിച്ചേ, ദൈവത്തോട് പ്രാർത്ഥിച്ചേ. മുഴുവൻ സമയവും ഈ മൊബൈൽ ഫോണിൽ കുത്തിയിരിക്കുന്ന വ്യക്തി അതിനടിമയാണ്. അവൻ അതിന്റെ ബന്ധനത്തിലാണ്. ഇന്റർനെറ്റില് മുഴുവൻ നേരം കഴിയുന്ന വ്യക്തി, ഫേസ്ബുക്കിൽ കഴിയുന്ന വ്യക്തി ആ ഫേസ്ബുക്കിന് അടിമയാണ്. അവൻ ആ ബന്ധനത്തിലാണ്. ആ ബന്ധനത്തിൽ കടന്നുകൊണ്ട് അവൻ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ അവന് കിട്ടുന്ന ജീവിത പങ്കാളി ബന്ധനത്തിൽ കിടക്കുന്ന വ്യക്തിയാ. അപകട മക്കളെ, മൊബൈൽ ഫോണിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന ബന്ധങ്ങള് അത് അപകടത്തിന്റെ ബന്ധനങ്ങളാ. ജീവിതത്തെ പരാജയപ്പെടുത്തുന്ന, ഡൈവോഴ്സിലെത്തിക്കുന്ന പരാജയത്തിന്റെ അവസ്ഥകളാ തമ്പുരാൻ തന്നത് ഉയർപ്പിന്റെ അഭിഷേകവാ. നീ ദേവാലയത്തില് നിന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഉത്ഥാനത്തിന്റെ, അഭിഷേകത്തിന്റെ, ഉയർച്ചയുടെ, സമൃദ്ധിയുടെ അഭിഷേകവും മക്കളെ ഞങ്ങൾ കണ്ടെത്തുന്നത് അപകടത്തിന്റെ അവസ്ഥയാ. നിന്റെ ദേവാലയത്തോട് നീ ചേർന്ന് നിൽക്കാൻ ദൈവം ആഗ്രഹിക്കുക. നിന്റെ തമ്പുരാന്റെ തിരുശരീരത്തോട് ചേർന്ന് നിൽക്കുവാൻ ദൈവം ആഗ്രഹിക്കുക. മക്കളെ സമർപ്പിച്ച സ്വന്തം ശരീരത്തെ തമ്പുരാന് വിട്ടുകൊടുത്തേ. തമ്പുരാന് പ്രവർത്തിക്കുന്ന വിധത്തില് ശരീരത്തെ വിശുദ്ധമാക്കുവാൻ വേണ്ടിയാ പിതാവിന് ഇറങ്ങി ശരീരത്തിൽ വസിക്കാൻ വേണ്ടിയാ തന്റെ ഏകജാതനെ ബലിയായിട്ട് നൽകിയത്. മനുഷ്യൻ ചെയ്യുന്ന പാപത്തെ മുഴുവനും, ലോകം ചെയ്തു കൊട്ടിയ പാപത്തെ മുഴുവനും ഏറ്റെടുത്തുകൊണ്ട് ഓരോ ശരീരത്തിലും വസിക്കുവാൻ ആഗ്രഹിച്ച ദൈവപിതാവ് തന്റെ ഏകജാതനെ സമർപ്പിക്കുക ചെയ്തത്. നാം നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ ആ പുത്രനിലൂടെ നൽകപ്പെട്ട സമർപ്പണത്തിന്റെ അഭിഷേകം നമ്മളിലേക്ക് വ്യാപരിക്കപ്പെടുമ്പോൾ നമ്മളുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ ആത്മാവിലേക്ക് ദൈവപിതാവ് ഇറങ്ങി വരുന്ന ആ മഹത്വത്തിന്റെ അഭിഷേകമാ സഹിയോൻ ഒട്ടുശാലയിൽ 12 ശിഷ്യന്മാർ അനുഭവിച്ചത്. അതാണ് സഭയിലൂടെ, വ്യാപകമുള്ള സഭയിലൂടെ വ്യാപരിക്കപ്പെടുന്നത്. പരിശുദ്ധ പിതാവിലൂടെ, കർദ്ദാനന്മാരിലൂടെ, സഭാപിതാക്കന്മാരിലൂടെ, വൈദികരിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് പെയ്തിറങ്ങുന്നത് ഈ അഭിഷേകം മക്കളെ കാനാൻ ദേശത്തിന്റെ പർദീസയുടെ അഭിഷേകമാ. നാം നോക്കിയിരിക്കുന്നത് ഈ ലോകത്തിന്റെ സൗഭാഗ്യങ്ങളിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ദൈവം തരുന്ന, സൗജന്യമായിട്ട് തരുന്ന അഭിവൃദ്ധി നമുക്ക് നഷ്ടപ്പെടുക.
നമ്മൾ സമ്പത്തിന് വേണ്ടി വ്യഗ്രത കൊണ്ട് ഓടുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അതുമാത്രം ലക്ഷ്യം വെച്ച് ജീവിക്കുമ്പോൾ തമ്പുരാൻ തരുന്ന ആ വലിയ കാരുണ്യം നഷ്ടപ്പെടുക. സഹോദരങ്ങൾ വഴി തരുമെന്ന് ഓർത്തുകൊണ്ട് അവരെ നോക്കിയിരുന്നിട്ട് മറുതലിച്ചിട്ടൊന്നും വഴി കിട്ടിയില്ല. എങ്ങോട്ട് നോക്കിയപ്പോൾ വഴി കിട്ടിയേ? എല്ലാം വിട്ട് പിടിവിട്ട് തമ്പുരാനിലേക്ക് നോക്കി കരമുയർത്തിയപ്പോൾ ആ സഹോദരന് തൊട്ടടുത്തുള്ള അയൽവാസികളിലൂടെ ദൈവത്തിന്റെ കരുണ അനുഭവിക്കാൻ പറ്റിയത്. തന്റെ സഹോദരങ്ങള് കരുണ കാണിച്ചില്ല, തമ്പുരാൻ അതിനനുവദിച്ചില്ല. കരുണ കാണിച്ചത് അയൽവാസിയായ ഒരു വ്യക്തിയിൽ കൂടെയാ. മക്കൾ പ്രാർത്ഥിച്ചേ, ദൈവത്തിന്റെ കാരുണ്യം നാം പ്രതീക്ഷിക്കുന്ന വഴിയിലൂടെ അല്ല മക്കളെ. ദൈവം കരുണ കാണിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്ന വഴിയിലൂടെയാ. ദൈവത്തെ നോക്കുമ്പോൾ അവൻ ആഗ്രഹിക്കുന്ന വഴിയിലൂടെ കരുണ കാണിക്കുന്ന തമ്പുരാന്റെ കാരുണ്യമാണ് ഇതാ പരിശുദ്ധ കുർബാനയിൽ വെളിപ്പെട്ടിരിക്കുന്നത്. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? സ്നേഹത്തോടെ വിളിക്കാമോ? വലിയ കാരുണ്യത്തിനായിട്ട് വിളിക്കാമോ? നമുക്കൊരിക്കൽ കൂടി പാടി പ്രാർത്ഥിക്കാം. അഭിഷേകം അഭിഷേകം ദിവ്യകാരുണ്യത്തിൻ അഭിഷേകം 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 യേശുവിൻ ബലിയുടെ അഭിഷേകം 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 ദിവ്യകാരുണ്യത്തിൻ അഭിഷേകം 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 യേശുവിൻ ബലിയുടെ അഭിഷേകം തിരുമാംസനിടം പകരുന്നു സാത്താൻ തകർന്നു വീഴുന്നു മക്കൾ മോചിതരാകുന്നു ബലിയുടെ യോഗ്യത പകരുന്നു ബലിയുടെ യോഗ്യത പകരുന്നു ശാലയിൽ പകർന്നൊരഭിഷേകം സ്വരമുയർത്തി കാൽവരി മലയിൽ കുരിശിലെ അഭിഷേകം സിഹിയോൻ ശാലയിൽ പകർന്നൊരഭിഷേകം ഈശോയെ കാൽവരി മലയിൽ കുരിശിലെ അഭിഷേകം എമ്മാവൂസിലെ കുർബാന അഭിഷേകം ഈശോയെ തിബേരിയാസിൻ തീരത്തെ അഭിഷേകം ആമേൻ എമ്മാവൂസിലെ കുർബാന അഭിഷേകം തിബേരിയാസിൻ തീരത്തെ അഭിഷേകം കുർബാന അഭിഷേകം ബലിയുടെ അഭിഷേകം പകരണമേ പകരണമേ ഞങ്ങളിൽ ഇപ്പോൾ പകരണമേ 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 ഞങ്ങളിൽ ഇപ്പോൾ പകരണമേ. കരമടിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. ആത്മാവ് വ്യാപരിക്കുകയാണ്. അഭിഷേകം നിറയുക. എല്ലാവരും കരമടിച്ച് സർവശക്തിയോടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുക. ദൈവമഹത്വം ഇതാ ദൈവജനത്തിലേക്ക് കടന്നു വരികയാണ്. എല്ലാവരും ചേർന്ന് വലിയ മഹത്വം ആഗ്രഹിച്ചുകൊണ്ട്, വലിയ അഭിഷേകം ആഗ്രഹിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം. ആദിമസഭയിൽ പകർന്നൊരഭിഷേകം കൂട്ടായ്മകളെ കൂട്ടിയൊരഭിഷേകം ആദിമസഭയിൽ പകർന്നൊരഭിഷേകം ആമേൻ കൂട്ടായ്മകളെ കൂട്ടിയൊരഭിഷേകം അൾത്താരകളിൽ നിറയുന്നൊരഭിഷേകം ലോകരക്ഷയ്ക്കേകിയൊരഭിഷേകം അഭിഷേകം അൾത്താരകളിൽ നിറയുന്നൊരഭിഷേകം ലോകരക്ഷയ്ക്കേകിയൊരഭിഷേകം കുർബാന അഭിഷേകം സ്വരമുയർത്തി ബലിയുടെ അഭിഷേകം പകരണമേ പകരണമേ ഞങ്ങളിൽ ഇപ്പോൾ പകരണമേ 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 ഞങ്ങളിൽ ഇപ്പോൾ പകരണമേ പകരണമേ
പകരണമേ ഞങ്ങളിലിപ്പോൾ പകരണമേ 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 ഞങ്ങളിലിപ്പോൾ പകരണമേ 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 ഞങ്ങളിലിപ്പോൾ പകരണമേ 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 ഞങ്ങളിലിപ്പോൾ പകരണമേ 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 ഞങ്ങളിലിപ്പോൾ പകരണമേ 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 ഞങ്ങളിലിപ്പോൾ പകരണമേ 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 ഞങ്ങളിലിപ്പോൾ പകരണമേ. നമുക്ക് മുട്ടമേലായിരിക്കാം. ദിവ്യകാരുണ്യനാഥൻ നമ്മെ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്ന സമയമാണ്. എല്ലാ നിയോഗങ്ങളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഇന്നിവിടെ ആയിരിക്കുന്ന എല്ലാ മക്കളുടെയും നിയോഗങ്ങളെ പ്രാർത്ഥിക്കുവാൻ ആർക്കൊക്കെ വേണ്ടി കടപ്പെട്ടിട്ടുണ്ടോ അവരെല്ലാം തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുക. ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഉറപ്പ് കൊടുത്തിട്ടുണ്ടോ ആ വ്യക്തികളെല്ലാം കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുക. ഇന്ന് ആരാധന ഏറ്റെടുത്ത് നടത്തുന്ന കുടുംബത്തെയും അവരുടെ എല്ലാ ആവശ്യങ്ങളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. ദശാംശം കർത്താവിന് വേണ്ടി വിനിയോഗിച്ചിരിക്കുന്ന വ്യക്തികളെ കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുക. ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി സമ്പത്ത് സമർപ്പിച്ചിരിക്കുന്ന വ്യക്തികളെ എല്ലാം കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുക. സ്തോത്ര കാഴ്ചയായിട്ട് സമ്പത്ത് സമർപ്പിച്ചവരെല്ലാം സമർപ്പിക്കുക. ഇന്ന് കർത്താവ് സാമ്പത്തിക മേഖലയിലെ ബന്ധനങ്ങൾ ഈശോ അഴിച്ചു മാറ്റി അനുഗ്രഹിക്കുന്നതായി പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നുണ്ട്. സാമ്പത്തിക മേഖലയിൽ ഉള്ള ദാരിദ്ര്യം, ബുദ്ധിമുട്ട്, തടസ്സങ്ങൾ, ജോലിയില്ലാത്ത അവസ്ഥ, ഇതെല്ലാം കർത്താവ് പരിഹരിക്കുന്നതായി പരിശുദ്ധാത്മാവ് വ്യക്തമായ സന്ദേശം തരുന്നുണ്ട്. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. അഭിഷേകം ഒഴുകിയിറങ്ങുക, ശക്തി വ്യാപരിക്കുക. വിവിധങ്ങളായ അഭിഷേക കർത്താവ് തരുന്നത് ആർക്കൊക്കെ ശരീരത്തിൽ ഇത് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ അവരിലെല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം വന്ന് നിറയപ്പെടുകയാണ്. ആർക്കെല്ലാം മനസ്സിൽ സമാധാനം വന്ന് നിറയുന്നുണ്ടോ അവരെല്ലാം ഈ അനുഭവം അവർക്ക് കിട്ടുക. ശരീരത്തിൽ അഭിഷേകം കിട്ടുന്ന ഒത്തിരിയേറെ മക്കളെ ഈശോ കാണിച്ചു തരുന്നുണ്ട്. മക്കൾ പ്രാർത്ഥിച്ച് ഈശോയെ അഭിഷേകം ചെയ്യണേ, അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ച്. സമ്പത്ത് ദൈവത്തിന്റെ ദാനമാണ്. കരങ്ങളുടെ ബലോ കഴിവുകൊണ്ടല്ല സമ്പത്ത് നേടി കിട്ടിയിരിക്കുന്നത്. നീവാർത്തന പുസ്തകം 8-ാം അധ്യായത്തിൽ ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിന്റെ കരങ്ങളുടെ ബലമോ നിന്റെ കഴിവോ അല്ല. അബ്രാഹത്തോട് ദൈവം ചെയ്ത ഉടമ്പടി പ്രകാരം സമ്പത്ത് നേടുവാൻ അവിടുന്നാണ് നിനക്ക് കഴിവ് നൽകിയിരിക്കുന്നത്. തമ്പുരാൻ കഴിവ് നൽകിയിരിക്കുക സമ്പത്ത് അനുഭവിക്കുവാൻ. വലിയ അഭിഷേകത്തിന്റെ മണിക്കൂറുകളാണ്. നമ്മുടെ എല്ലാ മേഖലയും സമർപ്പിക്കുക. ദൈവത്തിന്റെ പുരോഹിതനോട് ചേർന്ന് നിൽക്കുക. നിത്യപുരോഹിതനായ യേശുവിനോട് ചേർന്ന് നിൽക്കുക. കരങ്ങൾ ഉയർത്തി വലിയ വിശ്വാസത്തോടെ സ്വർഗത്തിൽ നിന്ന് പിതാവായ ദൈവം അനുഗ്രഹം തന്റെ ഏകജാതനിലൂടെ, തന്റെ അഭിഷിക്തനിലൂടെ തന്റെ ജനത്തിലേക്ക് വ്യാപരിക്കപ്പെടുന്ന അത്ഭുത നിമിഷം കരമുയർത്തി സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമുയർത്തി ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? വലിയ സ്വരത്തിൽ വിളിക്കാമോ? നമുക്ക് ആശീർവാദത്തിനായിട്ട് എല്ലാവരും ഒട്ടുമേലായിരിക്കും. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരെ ബോധമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാ സന്നിധി
ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം ഗണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ, നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ നിയോഗത്തെയും സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് സ്തുതിക്കാമോ? എല്ലാവരും സ്തുതിച്ച് ആശീർവദിച്ച് അനുഗ്രഹിക്കുക. സ്വർഗീയ ഭാഷയില് മാലാഖമാരും വിശുദ്ധരും സ്വർഗവാസികളും ദൈവത്തെ സ്തുതിക്കുന്ന അതേ ഭാഷയില് നമ്മെ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്ന തമ്പുരാനെ സ്തോത്രഗീതം ആലപിച്ച് നമ്മൾ ആരാധിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? സ്വരം ഉയർത്തി വിളിക്കാമോ? വലിയ അഭിഷേകത്തോടെ വിളിക്കാമോ? സർവശക്തിയോടെ വിളിക്കാമോ? വലിയ സ്നേഹത്തോടെ വിളിക്കാമോ? വലിയ ആർവത്തോടെ വിളിക്കാമോ? യേശുവേ നന്ദി. പരിശുദ്ധ പരമമാ നന്ദി പറഞ്ഞു. ദിവ്യകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന. ഇവിടെ താമസിച്ചുള്ള ധ്യാനം ഒന്ന്